യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും നമ്മൾ ദൈവത്തിൻ്റെ ശക്തിയുള്ള വചനത്തിൻ്റെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 18 മുതൽ 21 വരെയുള്ള വാക്യം നമുക്ക് വായിക്കാം. ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. പിന്നെ അവൻ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരൻ തിരികെ കൊടുത്തിട്ടേ ഇരുന്നു. പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവങ്കൽ പതിഞ്ഞിരുന്നു. അവൻ അവരോട്, ഇന്ന് നിങ്ങൾ എൻ്റെ വചനം കേൾക്കയിൽ ഈ തിരുവെഴുത്തിന് നിവൃത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവനിൽ പതിഞ്ഞിരുന്നു. നാം ചിന്തിച്ചതായൊരു വാക്യമാണതെല്ലാം. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇതാ ആ വേദഭാഗം എന്ന് പറയുന്നത് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 61-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗമാണത്. ആ ആദ്യ ഭാഗത്തിൻ്റെ പകുതി മാത്രമേ യേശു പറഞ്ഞുള്ളൂ. ബാക്കി അവൻ പറഞ്ഞില്ല. യെശയ്യാ പ്രവാചകൻ ആ വേദഭാഗം പറയുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ വരവിനെക്കുറിച്ചും രണ്ടാമത്തെ വരവിനെക്കുറിച്ചും ആ വേദഭാഗത്തെ പ്രവാചകൻ ഒരുമിച്ചാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇവിടെ കർത്താവായ യേശു അവൻ ഭൂമിയിലേക്ക് ആദ്യമായി വന്നപ്പോഴുള്ള അനുഭവം, എന്തിനു വേണ്ടി വന്നു, ആരയച്ചിട്ട് വന്നു, എന്തിനു വേണ്ടി വന്നു, എന്തെല്ലാം ചെയ്യാൻ വേണ്ടിയാണ് വന്നത്, ആർക്കെല്ലാമാണ് അതിന് പ്രയോജനമുള്ളത്, ഈ കാര്യങ്ങളാണ് കർത്താവായ യേശു അവിടെ വചനമായിട്ട് അവരെ പറഞ്ഞു കേൾപ്പിച്ചു. എല്ലാവരുടെയും കണ്ണ് അവൻ്റെ മേൽ പതിഞ്ഞു. പ്രിയപ്പെട്ടവരെ, അതുവരെയും ആ ദേവാലയത്തിൽ മഹാപുരോഹിതൻ്റെ പ്രസംഗം മാത്രം കേട്ട് പരിചയമുള്ളതായ ജനം, പള്ളിക്കാര്യത്തിൽ നിന്നുള്ള അറിയിപ്പുകൾ കേട്ട് ചെവി തഴമ്പിച്ചു പോയ ജനം, പെരുന്നാളിൻ്റെ കാര്യം, വഴിപാടിൻ്റെ കാര്യം, നേർച്ചയുടെ കാര്യം, പള്ളി പെയിൻ്റടിക്കുന്ന കാര്യം എന്ന് വേണ്ട പള്ളി വക കുരിശുപള്ളി പണിയണ കാര്യം, ഇതൊക്കെ കേട്ട് തഴമ്പിച്ചു പോയ ജനം ആദ്യമായിട്ട് നിത്യജീവൻ്റെ വചനം ദേവാലയത്തിൽ നിന്ന് കേൾക്കാൻ തുടങ്ങി. അതുവരെയും ദേവാലയത്തിൽ പ്രസംഗിച്ച അവരാരും നിത്യജീവൻ്റെ വചനം പറഞ്ഞില്ല. അവർ ദൈവത്തിൻ്റെ വചനം അവരുടേതായ രീതിയിൽ കോട്ടിമാട്ടി അതെല്ലാം പള്ളിയോട് ബന്ധപ്പെട്ട ചില അനുഷ്ഠാനങ്ങളായിട്ട് ദിനത്തെ പഠിപ്പിച്ചപ്പോൾ കർത്താവായ യേശുക്രിസ്തു ദൈവത്തിൻ്റെ വചനം, നിത്യജീവൻ്റെ വചനം അവർ കേൾക്കാനായിട്ട് തുടങ്ങി. നാം അങ്ങനെയാണ് വായിക്കുന്നത്. ഒന്നുകൂടെ അവൻ പറഞ്ഞു, അതിൻ്റെ 21-ാമത്തെ വാക്യം നമുക്കൊന്നുകൂടെ വായിക്കാം. അവൻ അവരോട്, ഇന്ന് നിങ്ങൾ എൻ്റെ വചനം കേൾക്കയിൽ ഈ തിരുവെഴുത്തിന് നിവൃത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. തിരുവെഴുത്തിന് നിവർത്തി വന്നു എന്ന് പറഞ്ഞു തുടങ്ങി. എന്താണ് തിരുവെഴുത്തിന് നിവർത്തി വന്നത്? വചനം ജഡമായി തീർന്നു. ജീവനുള്ള ദൈവത്തിൻ്റെ വചനം, വചനം ജഡമായി തീർന്നത് ആ മിശിഹായെ അവർ കാണാൻ തുടങ്ങി. വചനം ജഡമായി തീർന്ന മിശിഹ. ക്രിസ്മസിൻ്റെ ദിവസം ബേത്ലഹേമിൽ വചനം ജഡമായ കർത്താവായ യേശുവിനെ ശിശുവായിട്ട് അവർ കണ്ടു. ഇപ്പോൾ ഇതാ അവർ ആദ്യമായിട്ട് തന്നെ വചനം ജഡമായി, ആ വചനം മനുഷ്യനായി ജഡമായി അവതരിച്ചു. ആ വചനം ജഡമായി തീർന്ന വചനം എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എന്താണ് ദൈവം ചെയ്യാൻ പോകുന്നത്, ദൈവത്തിൻ്റെ പ്രവൃത്തി എന്താണ്, നിത്യജീവൻ്റെ വചനം ആ ജനത്തിന് ദൈവത്തിൻ്റെ വായിൽ നിന്ന് കേൾക്കാൻ തുടങ്ങി. യോഹന്നാൻ 1:14 അപ്പോസ്തലൻ പറയും, യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാമത്തെ വാക്യം, വചനം ജഡമായി തീർന്നു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. വചനം ജഡമായി തീർന്നു. പിതാവായ ദൈവം മനുഷ്യനായി അവതരിച്ച ആ അവതാരമായ ജീവനുള്ള ദൈവത്തെ അപ്പോസ്തലന്മാർ കണ്ടു എന്നാണ് പറയുന്നത്. മനുഷ്യൻ ദൈവത്തെ കാണാൻ തുടങ്ങി. ജഡമായി തീർന്ന ദൈവത്തെ, മനുഷ്യനായി തീർന്ന ദൈവത്തെ മനുഷ്യൻ കാണാൻ തുടങ്ങി. അതിന് 41-ാം വാക്യം, 1:41, യോഹന്നാൻ 1:41. അവൻ തൻ്റെ സഹോദരനായ ശീമോനെ ആദ്യം കണ്ട് അവനോട്, ഞങ്ങൾ മിശിഹായെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. മിശിഹായെ കണ്ടു, ഞങ്ങൾ ക്രിസ്തുവിനെ കണ്ടു. പ്രിയപ്പെട്ടവരെ, ജനത്തിൻ്റെ ആത്മീയ ഭാഷയെ മാറി. അന്ന് വരെ ദേവാലയം കണ്ടു, അന്ന് വരെ പെരുന്നാൾ കണ്ടു,
അന്ന് വരെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കണ്ടു. അന്ന് വരെ പ്രിയപ്പെട്ടവരെ അവിടെ പലരെയും കണ്ടു. മനുഷ്യർ ഉയർത്തിയ ഉന്നതരായ ആത്മീയ നേതാക്കന്മാരെ കണ്ടു. ഇപ്പോൾ ഇതാ ആത്മീയ മനുഷ്യൻ്റെ ഭാഷ മാറി, ആത്മീയ ഭാഷ പറയാൻ തുടങ്ങി. ഞങ്ങൾ ക്രിസ്തുവിനെ കണ്ടു. ജീവനുള്ള ദൈവം വാഗ്ദത്തം ചെയ്തതായ ആ സ്ത്രീയുടെ സന്തതിയെ ഞങ്ങൾ കണ്ടു. സർപ്പത്തിൻ്റെ തലയെ ചതയ്ക്കാൻ വേണ്ടി ദൈവം ഒരാളെ അയക്കുമെന്ന് ഏദൻ പ്രദേശായിൽ പറഞ്ഞതായ ആ വാഗ്ദത്ത സന്തതിയെ ഞങ്ങൾ കണ്ടു. അതാണ് അപ്പോസ്തലന്മാർ പറഞ്ഞത്. ഞങ്ങൾക്ക് സംശയമില്ല, ഞങ്ങൾ മിശിഹായെ കണ്ടെത്തി. അനേകായിരം വർഷങ്ങളായിട്ട് ആ ജനസമൂഹം കാത്തിരുന്നതായ ആ വീണ്ടെടുപ്പുകാരനെ, ആ രാജാവിനെ ഞങ്ങൾ കണ്ടു. ആ മിശിഹായെ ഞങ്ങൾ കണ്ടു എന്നാണ് അവർ പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അക്കാലത്ത് യഹൂദന്മാർ റോമൻ കൈസറുടെ കീഴിൽ നിന്ന് അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു ലോകപ്രകാരം രാജാവിനെയാണ് അവർ കാത്തിരുന്നത്. ദേവാലയത്തിൽ അന്ന് ആ രാജാവ് വരണം, ഞങ്ങളെ റോമൻ സാമ്രാജ്യത്തിൽ നിന്ന് വിടുവിക്കുന്നതായ നല്ല ശക്തിയുള്ള, നല്ല പട്ടാളമുള്ള, നല്ല യുദ്ധവീരനായ, വാളുപയോഗിക്കാൻ അറിയാവുന്നതായ, കുന്തോപയോഗിക്കാൻ അറിയാവുന്ന ഒരു രാജാവിനെ അയക്കണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നതായ ആ ജനത്തിൻ്റെ നടുവിലേക്ക് ഹൃദയം മാറുന്ന, പുതിയ ഹൃദയം തരുന്ന, ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുന്ന രാജാതിരാജാവായ യേശു വന്നത് ബഹുഭൂരിപക്ഷം അറിഞ്ഞില്ല. വളരെ ചുരുക്കം പേര് മാത്രം അറിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഹൃദയം മാറ്റുന്നവൻ ക്രിസ്തുവാണെന്നും ജീവനുള്ള ദൈവം ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ തങ്ങൾക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യം പാപത്തിൻ്റെ മേലുള്ള സ്വാതന്ത്ര്യമാണെന്നും ജഡത്തിൻ്റെ മേലുള്ള സ്വാതന്ത്ര്യമാണെന്നും ഞങ്ങൾക്ക് ലഭിക്കുന്നത് പുതിയ ഹൃദയമാണെന്നും ഞങ്ങൾക്ക് ലഭിക്കുന്നത് ഹൃദയത്തിൻ്റെ സമാധാനമാണെന്നും ഞങ്ങളെ പഠിപ്പിക്കുന്നത് സ്നേഹമാണെന്നും മനസ്സിലാക്കിയ ചുരുക്കം പേരുണ്ടായി. എല്ലാവരും ഉണ്ടായില്ല. അധികം പേരും ദേവാലയത്തിൽ തന്നെ തെറ്റിക്കിടന്നു. പക്ഷേ ചുരുക്കം പേര് യഥാർത്ഥ ആത്മീയമെന്ന് പഠിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, കാലത്തിന് വ്യത്യാസമൊന്നുമില്ല. ഇന്നും അത് തന്നെ അവസ്ഥ. വർഷങ്ങൾ 2200 കഴിഞ്ഞു. പക്ഷേ ഇന്നും ദൈവം ആരെന്നും ദൈവം ദേവാലയത്തിലല്ല എന്നും, ദേവാലയത്തിൻ്റെ കാര്യപരിപാടിയല്ല ദൈവത്തിൻ്റെ കാര്യപരിപാടിയെന്നും, ദേവാലയത്തിലെ കുറേ കോലാഹലങ്ങളല്ല ദൈവത്തിൻ്റെ കാര്യപരിപാടിയെന്നും, ദൈവം പ്രവർത്തിക്കുന്നത് മനുഷ്യഹൃദയത്തിലാണ്. ദൈവം കൊടുക്കുന്നത് പുതിയ ഹൃദയമാണ്. ദൈവം കൊടുക്കുന്നത് സമാധാനമാണ്. ഇത് മനസ്സിലാക്കിയ ചുരുക്കം പേര് അവരാണ് യഥാർത്ഥത്തിൽ ആത്മീയ മനുഷ്യരുണ്ടാകാൻ തുടങ്ങി. അതിൻ്റെ അവസാനത്തെ വരിയിലേക്ക് വരാം. 51-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രന്റെ അടുക്കൽ ദേവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതും നിങ്ങൾ കാണുമെന്നും അവനോട് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള കർത്താവായ യേശുക്രിസ്തു നഥാനിയേലിനോട് പറഞ്ഞു, നഥാനിയേലേ, നീ ആത്മാവിൽ വളരും. നിന്റെ കണ്ണ് തുറന്നു കിട്ടി, നിന്റെ കാഴ്ചപ്പാട് മാറിക്കിട്ടി, നിനക്ക് ക്രിസ്തുവിനെ മനസ്സിലായി കിട്ടി. ഇനി നീ ആത്മാവിൽ വളരും. ഇനി അനേക ദൈവികമായ മർമ്മങ്ങൾ നിനക്ക് മനസ്സിലാകാൻ തുടങ്ങും. നിത്യജീവൻ എന്തെന്ന് നീ അറിയാൻ തുടങ്ങും. ദൈവരാജ്യം നിനക്ക് മനസ്സിലാകാൻ തുടങ്ങും. ഗോത്രപിതാവായ അബ്രഹാം ഒരു കോണിയിൽ കൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നവരെ കണ്ടതുപോലെ ഇതിൻ്റെ എല്ലാം അർത്ഥം എന്താണെന്ന് നിനക്ക് മനസ്സിലാകാൻ തുടങ്ങും. ദൈവം ഭൂമിയെ സന്ദർശിച്ചു. മനുഷ്യരുടെ ഇടയിൽ ദൈവം കൂടാരമടിച്ചു. ആദാമിൻ്റെ കാലം മുതലുള്ള ശാപം മാറി. ഇങ്ങനെയുള്ളതായ ഈ കാര്യങ്ങളൊക്കെ നിനക്ക് മനസ്സിലാകാൻ തുടങ്ങുമെന്ന് ജീവനുള്ള ദൈവം തന്നെ നോക്കിയവർക്ക് പറഞ്ഞു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനെ അറിയുമ്പോൾ മാത്രമേ നമുക്ക് ആത്മീയമായ വളർച്ചയുള്ളൂ. ക്രിസ്തുവിനെ അറിയുമ്പോൾ മാത്രമേ ദൈവികമായ മർമ്മങ്ങൾ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഒരു ചടങ്ങ്, പെരുന്നാളോ ഒരു വചന കേൾവിയോ കൺവെൻഷനോ ഒരു കൂട്ടായ്മയോ നമ്മൾക്ക് ആത്മീയമായ ഉയർച്ച തരുന്നില്ല. സ്വർഗം ഭൂമിയെ സന്ദർശിക്കുന്നു. മനുഷ്യൻ സ്വർഗത്തിലേക്ക് കയറുന്നു. ഇതെല്ലാം എന്താണ് അതിൻ്റെ അർത്ഥം? മനുഷ്യൻ, ജഡികനായ മനുഷ്യൻ ആത്മീയനായി മാറുന്നു. മൺമയനായ മനുഷ്യൻ പരമാത്മാവിനാൽ ആനന്ദം അനുഭവിക്കുന്നവനായിട്ട് മാറുന്നു. പ്രിയപ്പെട്ടവരെ, നാവിൽ ചീത്തവാക്ക് പറയുന്ന മനുഷ്യൻ വിശുദ്ധിയുടെ വാക്ക്, സ്നേഹത്തിൻ്റെ വാക്ക്, സമാധാനത്തിൻ്റെ വാക്ക് പറയുന്നവനായിട്ടവൻ മാറി വരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം മനുഷ്യർ അനുഭവിച്ചില്ലേ? എത്രയോ പ്രവാചകന്മാർ ഈ നല്ലവനായ യേശുവിനെ കണ്ടു. ഈ കർത്താവായ യേശുവിനെ അവരുടെ ഹൃദയത്തിൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. അവർ പ്രവാചകന്മാർ എരിഞ്ഞു നിന്ന് ദൈവത്തിൻ്റെ വേല ചെയ്തു. ഈ ഭൂമിയിൽ അവർ ജീവിച്ച കാലത്ത് അവർ തീയുള്ളവരായി നിന്നു. അവർ എരിഞ്ഞു നിന്നു, ദൈവത്തിൻ്റെ വേല ചെയ്തു.
അവർ വിശ്വാസികളായി തീർന്നു. വിശ്വാസത്തിൽ ഉറച്ചു നിന്നവർ, പീഡ കൊണ്ടവർ തളർന്നില്ല. പ്രിയപ്പെട്ടവരെ, അവരുടെ മുമ്പിലുള്ളതായ പ്രതിസന്ധി കണ്ട് അവർ തളർന്നില്ല. വിശ്വാസത്താലും ദൈവവേല അതവരെ ശുദ്ധീകരിച്ചുകൊണ്ടിരുന്നു. ജീവനുള്ള ദൈവത്തിൻ്റെ വേലയോട് ദൈവത്തിൻ്റെ വചനം കേട്ട് ആ വചനം പറഞ്ഞു കൊടുക്കും തോറും അവർ കൂടുതൽ കൂടുതൽ ശുദ്ധരായി തീർന്നുകൊണ്ടിരുന്നു. അതാണ് ശരിയായ ദൈവവേല. ശരിയായ ദൈവവേല ചെയ്യുന്നൊരു വ്യക്തി അവൻ്റെ ആരംഭത്തിലുള്ളതിനേക്കാൾ 1 കൊല്ലം, 2 കൊല്ലം, 3 കൊല്ലം അല്ലെങ്കിൽ 5 കൊല്ലം ദൈവവേല ചെയ്ത് കഴിയുമ്പോൾ അവൻ ആരംഭത്തിലുള്ളതിനേക്കാൾ കൂടുതൽ വിശുദ്ധനായിരിക്കും, കൂടുതൽ സ്നേഹമുള്ളവനായിരിക്കും, കൂടുതൽ സമാധാനപ്രിയനായിരിക്കും, കൂടുതൽ സഹതാപമുള്ളവനായിരിക്കും, കൂടുതൽ ആന്തരിക കണ്ണുള്ളവനായിരിക്കും, അവൻ കൂടുതൽ ആത്മീയനായിരിക്കും. അതാണ് പ്രവാചകന്മാരുടെ ദൈവവേലയെക്കുറിച്ച് നാം മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ്? ദൈവവേല അവരെ ശുദ്ധീകരിച്ചുകൊണ്ടിരുന്നു. ഇന്നും ദൈവവേലക്കാരുണ്ട്, ഇന്നും ദൈവവേല ചെയ്യുന്നവരുണ്ട്. അവർ ഓരോ കൊല്ലം കഴിയും തോറും ആത്മീയത്തിൽ അധപ്പതിക്കുകയാണ് ചെയ്യുന്നത്, താഴോട്ടാണ് പോണത്. കണ്ണ് തുറക്കുകയല്ല ചെയ്യുന്നത്, കണ്ണ് കുരുടാവുകയാണ് ചെയ്യുന്നത്. സ്നേഹം വർദ്ധിക്കുകയല്ല ചെയ്യുന്നത്, സ്നേഹം കുറയുകയാണ് ചെയ്യുന്നത്. വൈരാഗ്യം മാറുകയല്ല ചെയ്യുന്നത്, പ്രതികാരം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. കുറ്റം പറയുന്ന സ്നേഹമായി മാറുകയല്ല ചെയ്യുന്നത്, കൂടുതൽ കുറ്റം പറയുകയാണ് ചെയ്യുന്നത്. ദൈവമക്കളെ, പ്രവാചകന്മാരുടെ ദൈവവേല എവിടെ? ഇന്ന് ദൈവവേല ചെയ്യുന്ന മനുഷ്യരെവിടെ? ദൈവത്തിൻ്റെ വചനം കേട്ട് ദൈവവേല ചെയ്തതായ ആ പ്രവാചകന്മാരെവിടെ? ആ അപ്പോസ്തലന്മാരെവിടെ? അവരെല്ലാം സ്നേഹത്തിൽ വളർന്നു, അവർ സ്നേഹത്തിൽ ഉയർന്നു. മറ്റുള്ളവരോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞാണ് അവർ ജീവിതം അവസാനിക്കുന്നത്. ആരോടും കയ്പില്ലാതെയാണ് അവർ ജീവിതത്തിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ. പ്രിയപ്പെട്ടവർ, ഇന്നത്തെ ദൈവവേലക്കാരുണ്ട്, വചനം പറയുന്നവരുണ്ട്, എന്നെപ്പോലെയുള്ളവരുണ്ട്, ദൈവവേല ചെയ്യുന്നവരുണ്ട്, ദേവാലയത്തിൽ വേല ചെയ്യുന്നവരുണ്ട്. അവരുടെ ഹൃദയത്തിൽ എന്ത് മാറ്റമാണ് വരുന്നത്? അപ്പോസ്തലന്മാർക്ക് വരുന്ന മാറ്റം വരുന്നിട്ടുണ്ടോ? പ്രവാചകന്മാർ മാറി. യെശയ്യാ പ്രവാചകൻ ജീവനുള്ള ദൈവത്തെ നോക്കി, അവൻ കണ്ടു, ദൈവത്തെ കണ്ടു. അവൻ ആരായി മാറി? അവൻ്റെ നാവ് അഗ്നി തൊട്ട നാവുള്ളവനായിട്ട് അവൻ മാറി. അഗ്നി തൊട്ട നാവ്, തീക്കട്ട തൊട്ട നാവുള്ളവനായിട്ട് അവൻ മാറി. പ്രവാചകന്മാരുടെ അനുഭവം അതാണ്. അവരുടെ നാവ് മാറി. മറ്റുള്ളവർക്ക് അയ്യോ കഷ്ടം, മറ്റുള്ളവരെ വിധിച്ചുകൊണ്ടിരുന്ന ആ പ്രവാചകൻ എന്തായി നാം മാറുന്നു? ക്രിസ്തുവിനെ കാണാൻ തുടങ്ങി. ക്രിസ്തുവിനെ കാണാൻ തുടങ്ങി. യേശു ആരാണെന്ന് കാണാൻ തുടങ്ങി. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനെന്ന നാമമുള്ളവനുമായവൻ, ഉന്നതനും ഉയർന്നവനുമായി വസിക്കുന്ന ദൈവം താഴ്മയുള്ളവരുടെ ഹൃദയത്തിനും മനസ്താപമുള്ള ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയമുള്ളവരോടുകൂടെ അവൻ വസിക്കുന്നുവെന്ന് ജീവനുള്ള ദൈവത്തെക്കുറിച്ച്, മനസ്സിൻ്റെ മനോഭാവത്തെക്കുറിച്ച്, മനോവിനയത്തെക്കുറിച്ച് അവർ സംസാരിക്കാൻ തുടങ്ങി. കാരണം അവരുടെ ഹൃദയം എളിമപ്പെട്ടു. അതാണ് ദൈവവേല. ദൈവവേലക്കാരൻ ദൈവവേലയിൽ മുന്നോട്ട് പോകുന്നതോറും അവൻ വിശുദ്ധനായിക്കൊണ്ടിരിക്കും, അവൻ ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കും. യെരമ്യാ പ്രവാചകനെ നമുക്കറിയാം, അവൻ്റെ അസ്ഥികളിൽ തീയുള്ളവനായി. ദൈവത്തിൻ്റെ വേല ചെയ്ത് അവൻ്റെ അസ്ഥികളിൽ ദൈവത്തിൻ്റെ വചനം അടക്കപ്പെട്ടു. ദൈവത്തിൻ്റെ വചനം തീ പോലെ അവൻ്റെ അസ്ഥികളിലായി എന്ന് പ്രവാചകനായ യെരമ്യാവ് പറയും. പ്രിയപ്പെട്ടവരെ, ദൈവവേല ചെയ്തിട്ട് നശിക്കുന്നവരാണ് ഇന്ന് അധികമുള്ളത്. ദൈവവേല ദൈവത്തെ കാണാതെ, ശുദ്ധീകരണം പ്രാപിക്കാതെ ഇന്ന് ദൈവവേല പരക്കുന്ന കാലമാണ്. ശുദ്ധീകരണം പ്രാപിക്കുന്നില്ല. ദാവീദ് രാജാവ് ദൈവവേല ചെയ്ത രാജാവാണ്. ദൈവവേല ചെയ്തു. എന്താണ് ചെയ്തത്? ദൈവത്തിൻ്റെ ജീവനുള്ള ദൈവത്തെ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അതാണ് ദാവീദ് പറഞ്ഞത്. ആ ദാവീദിൻ്റെ അനുഭവം നമുക്കറിയാം. അവൻ പാപത്തിൽ വീണുപോയി എന്നുള്ളത് ശരിയാണ്. എന്നാൽ പിൽക്കാലത്തവൻ പാപത്തോട് പോരാടുന്നവനായിട്ട് മാറി. അവൻ വീണുപോയി എന്നുള്ള സത്യമാണ്. പക്ഷേ അവൻ ദൈവത്തോട് അലറിക്കറിഞ്ഞ് നിലവിളിച്ചു. അവൻ പാപത്തോട് പോരാടുന്നവനായിട്ട് മാറി. അതാണ് യഥാർത്ഥ ദൈവവേലക്കാരൻ. പഴയ നിയമത്തിലുള്ള യൗസേപ്പിനെ നാം കാണുന്നു. അവനും ദൈവവേല, നമ്മൾ വിചാരിക്കുന്ന പോലെ വലിയ പരസ്യമായ കൺവെൻഷനുള്ള ദൈവവേലയൊന്നും പഴയ നിയമത്തിലെ യൗസേപ്പ് ചെയ്തില്ല. പക്ഷേ അവനായിരിക്കുന്ന സ്ഥലത്ത്, ആ ജയിലിലായിരുന്നു, അവൻ അവിടെ ദൈവവേല ചെയ്തു. അവൻ ജയിൽ പുള്ളിയായി അടിക്കപ്പെട്ടു, അവൻ അവിടെ ദൈവവേല ചെയ്തു. അവനൊരു വീട്ടിലെ വേലക്കാരനാക്കി, അവൻ അവിടെ ദൈവവേല ചെയ്തു. അവൻ വിശുദ്ധനായി ജീവിച്ചു. ദാനിയേലിനെ നാം വായിക്കുന്നു.
അവന് ബലമായി പിടിച്ചുകൊണ്ടുപോയി വേറെ രാജ്യത്ത് അടിമപ്പണിയായി ചെയ്യേണ്ടി വന്നു. അവൻ അവിടെ വിശുദ്ധനായി ജീവിച്ചു. പ്രിയപ്പെട്ടവരെ, അതാണ് ദൈവവേലയുടെ മഹത്വം. ക്രിസ്തുവിനെ കണ്ടു. നിത്യജീവൻ്റെ വചനമെന്തെന്ന് അവർ മനസ്സിലാക്കാൻ തുടങ്ങി. കർത്താവിനെ കണ്ടു. ഹൃദയം യേശുവിന് കൊടുത്തു. സദൃശവാക്യം 23:26 നമുക്ക് വായിച്ചു നോക്കാം. സദൃശവാക്യം 23-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു നോക്കാം. മകനെ, നിന്റെ ഹൃദയം എനിക്ക് തരിക, എൻ്റെ വഴി നിന്റെ കണ്ണിന് ഇമ്പമായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഹൃദയം കർത്താവിന് കൊടുക്കുക, കർത്താവിനെ നോക്കുക എന്ന് പറയുന്നത് അതാ. അതിന് താഴോട്ട് വായിച്ചാൽ കാണാം, ശലോമോൻ ആരോടാണ് പറയുന്നത്? ലഹരിക്ക് അടിമയായി പോകുന്നവരോടാണ് പറയുന്നത്. ലഹരിക്ക് അടിമയായിട്ട്. അതിന് താഴെ വായിക്കുന്നു, വേശ്യാവൃത്തിക്ക് അടിമയായിട്ട്. ഇന്ന് അനേക ക്രിസ്ത്യാനികൾ തന്നെ പോകുന്നു. ലഹരിക്ക് അടിമയായിട്ട് അവിഹിത ബന്ധത്തിലൂടെ അനേക വിശ്വാസികളെന്ന് പേര് പറയപ്പെട്ടവർ പോകുന്നു. അനേക ക്രൈസ്തവർ പരക്കം പായുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ നല്ലവനായിട്ട് പറയുകയല്ല. ചില ദോഷങ്ങളെല്ലാം എന്നിലും ഉണ്ടായിരുന്നു. എന്നിലും വേര് പിടിച്ച പാപങ്ങളുണ്ടായിരുന്നു. എൻ്റെ ഹൃദയത്തിലും ദൈവമായിരുന്നില്ല. എൻ്റെ ഹൃദയം ഞാൻ ദൈവത്തിന് കൊടുത്തിരുന്നില്ല. എൻ്റെ ഹൃദയം ഞാൻ എൻ്റേതായി സൂക്ഷിച്ചുകൊണ്ട് എൻ്റെ വഴിക്ക് കൊണ്ടു നടക്കുകയായിരുന്നു. എൻ്റെ ശരികളിൽ നടക്കുകയായിരുന്നു. അക്കാലത്ത് ദേവാലയം ഉണ്ടായിരുന്നു, ഭക്തി ഉണ്ടായിരുന്നു, വഴിപാടുകളുണ്ടായിരുന്നു, റാസുകളിൽ പങ്കെടുത്തുകൊണ്ടിരുന്നു. പക്ഷേ ഹൃദയം എൻ്റേതായിരുന്നു. ഇന്ന് അതപ്പതിച്ച ക്രൈസ്തവൻ ഹൃദയം ദൈവത്തിന് കൊടുക്കാതെ ദേവാലയത്തോടും സഭാപ്രസ്ഥാനങ്ങളോടും കൂട്ടായ്മ പ്രസ്ഥാനങ്ങളോടും ചേർന്ന് നടന്നുകൊണ്ട് ഹൃദയം ദൈവത്തിന് കൊടുക്കാതെ ദൈവത്തെ വേദനിപ്പിച്ചുകൊണ്ട് ക്രിസ്ത്യാനികളായി ജീവിക്കുന്ന അനേക ക്രൈസ്തവരുണ്ടെന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവവേല ചെയ്യാൻ വലിയ കൺവെൻഷൻ വേണമെന്നുണ്ടോ? ഗോത്രപിതാക്കന്മാർ, നമുക്കറിയാം ഗോത്രപിതാക്കന്മാർ ആരെല്ലാമാണ്. 3 പേരാണ് ഗോത്രപിതാക്കന്മാരെന്ന് നാം അറിയപ്പെടുന്നവർ: അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്. ഇവരാണ് ഗോത്രപിതാക്കന്മാർ. ഇവരൊന്നും വലിയ കൺവെൻഷൻ പ്രാസംഗികരൊന്നും ആയിരുന്നില്ല, വലിയ ആത്മീയ ഗുരുക്കന്മാരൊന്നും ആയിരുന്നില്ല. ഈ ഗോത്രപിതാക്കന്മാരെന്ന് പറയപ്പെടുന്ന ആ അബ്രഹാം പിതാവും ഇസഹാക്കും യാക്കോബൊന്നും വലിയ കൺവെൻഷൻ പ്രാസംഗികരായിരുന്നില്ല. അവർ വലിയ പ്രസ്ഥാനങ്ങൾ നടത്തിയ ആളുകളായിരുന്നില്ല. അവർ വലിയ സ്ഥാനികളായിരുന്നില്ല. അവരുടെ പ്രവർത്തന മണ്ഡലം എന്ന് പറയുന്നത് അവരുടെ ഭവനമായിരുന്നു. അവരുടെ ഭവനത്തിൽ ജീവിച്ചാണ് അവർ ഗോത്രപിതാക്കന്മാരുടെ പദവിയിലേക്ക് ഉയർന്നത്. അവർ വലിയ വീര്യപ്രവർത്തികളൊന്നും ചെയ്തില്ല. യാതൊരു അത്ഭുതവും ചെയ്തില്ല. ഒരു വീര്യപ്രവൃത്തിയും ചെയ്തില്ല. ഒരു പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കിയില്ല. പ്രിയപ്പെട്ടവരെ, ഒരു കൺവെൻഷൻ നടത്തിയില്ല. ദൈവത്തിൻ്റെ വലിയ വാചനമൊന്നും അവരുടെ വായിലൂടെ ഒഴുകി വന്നതായി നാം വായിക്കുന്നില്ല. പക്ഷേ അവരുടെ ഭവനങ്ങളിൽ ജീവിച്ചുകൊണ്ട്, അവരുടെ തട്ടകം അവരുടെ ഭവനമായിരുന്നു. അവരുടെ ആത്മീയം ഭവനത്തിലായിരുന്നു. അവിടെ ജീവിച്ചുകൊണ്ടാണ് അവർ ഗോത്രപിതാക്കന്മാരുടെ പദവിയിലേക്ക് ദൈവം അവരെ ഉയർത്തി. അവരുടെ കൈമുതൽ വിശ്വാസം മാത്രമായിരുന്നു. തിയോളജി ഉണ്ടായിരുന്നില്ല. അബ്രഹാമിന് എന്ത് തിയോളജി? ഗോത്രപിതാവ് യാക്കോബിന് എന്ത് തിയോളജി? എന്ത് അഭിഷേകം? എൻ്റെ പ്രിയപ്പെട്ടവരുടെ, അവരുടെ തലയിൽ എന്ത് കിരീടം, അവർക്ക് എന്ത് ജ്ഞാനം, എന്ത് ഡിഗ്രി, എന്ത് പദവി! ദൈവമക്കളെ, ഇതൊന്നും അവർക്കുണ്ടായിരുന്നില്ല. പക്ഷേ അവരുടെ ഭവനങ്ങളിൽ ജീവനുള്ള ദൈവത്തോടുകൂടെ അവർ കുടുംബജീവിതം നയിച്ചു. ജീവനുള്ള ദൈവം അവരെ ഉയർത്തിയെടുത്തു. അബ്രഹാമിനോട് ദൈവം 3 കാര്യം ചോദിച്ചു. അബ്രഹാമിൻ്റെ കാര്യം നമുക്കറിയാം. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഉൽപ്പത്തി പുസ്തകം വായിച്ചാൽ നമുക്കറിയാം, 12-ാം അധ്യായത്തിൽ ദൈവം പറഞ്ഞു, നിൻ്റെ ഭാവി എനിക്ക് തരിക, ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പുറപ്പെടുക എന്ന് പറഞ്ഞു. ജീവിതം ചോദിച്ചു, ഭാവി ചോദിച്ചു. അബ്രഹാം പിതാവ് ഭാവി ദൈവത്തിന് കൊടുത്തു. നിൻ്റെ ഭാവി എനിക്ക് തരിക. അബ്രഹാം അത് കൊടുത്തു. രണ്ടാമതൊരു കാര്യം ചോദിച്ചു. ഉൽപ്പത്തി 17-ാം അധ്യായത്തിൽ ചോദിച്ചു, നീ നിഷ്കളങ്കരാകണം, നീ പരിച്ഛേദന ഏൽക്കണം, നിനക്ക് വിശുദ്ധി വേണം, നീ വിശുദ്ധനായി തീരണം. അബ്രഹാമിനോട് ദൈവം ആവശ്യപ്പെട്ടത്. അബ്രഹാം അന്ന് തന്നെ അതനുസരിച്ചു. വിശുദ്ധിയുടെ വഴിയിലേക്ക് തിരിഞ്ഞു. അബ്രഹാം പിതാവിനോട് 3-മതൊരു കാര്യവും കൂടെ ചോദിച്ചു. അത് ഉൽപ്പത്തി 22-ാം അധ്യായത്തിലാണ്. ഇസ്ഹാക്കിനെ എനിക്ക് വേണം, ഞാൻ തന്നത് എനിക്ക് തിരികെ വേണം.
ദൈവമാണ് ഇസ്ഹാക്കിനെ കൊടുത്തത്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ തന്നത് എനിക്ക് തിരികെ വേണം. പ്രിയപ്പെട്ടവരെ, അബ്രഹാം ശങ്കിച്ചില്ല. സന്ധ്യയായപ്പോൾ ചോദിച്ചു. നേരം വെളുത്തപ്പോഴേ അബ്രഹാം പിതാവ് കൊടുക്കാൻ തീരുമാനിച്ച് ഇറങ്ങി പുറപ്പെട്ടു. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതെല്ലാം നടന്നത് ആ കൊച്ചു കൂടാരത്തിനകത്താണ്. അവരുടെ വലിയ കൺവെൻഷൻ പന്തലിലോ വലിയ ദേവാലയത്തിലൊന്നുമല്ല. ഇതെല്ലാം നടന്നത് അവരുടെ കുടുംബങ്ങളിൽ ഭാര്യയോടുകൂടെ ഭാര്യ ഭർത്താവുമായി ജീവിച്ച ആ കൊച്ചു കൂരയ്ക്കകത്താണ് ഇതെല്ലാം നടന്നത്. ദൈവം വിളിച്ചത്, വിളി കേട്ടത്, ദൈവം ശുദ്ധീകരിച്ചത്, ദൈവം വിശുദ്ധനാക്കിയത്, ദൈവം തന്നത് തിരികെ ചോദിച്ചത് എല്ലാം കൂടാരത്തിനകത്താണ്. ആ കൂടാരത്തിൽ ഇരുന്നുകൊണ്ട് അബ്രഹാം ദൈവത്തെ അനുസരിച്ചു. അബ്രഹാമിനെ കുറിച്ച് ദൈവം പറഞ്ഞു, എൻ്റെ സ്നേഹിതനായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതിന് വലിയ ആർഭാടമൊന്നും വേണ്ട, വലിയ ആർഭാടങ്ങളൊന്നും വേണ്ട. ഇസ്ഹാക്കിനെ നാം വായിക്കുന്നു. ഇസ്ഹാക്കിൻ്റെ ബാല്യകാലത്താണ് അവൻ തെളിഞ്ഞു നിന്നത്. ഇസ്ഹാക്കിൻ്റെ ബാല്യകാലമാണ് അവൻ്റെ ആത്മീയത്തിൽ ഏറ്റവും പ്രകാശത്തോടെ അവൻ നിന്നത്. അവൻ്റെ ബാല്യകാലത്താണ്. പുത്രപിതാവായ യാക്കോബിനെ നാം നോക്കുമ്പോൾ, ദൈവത്തിന് സ്തോത്രം, പുത്രപിതാവായ യാക്കോബിന് അവൻ്റെ യൗവനകാലത്ത് ആത്മീയം കുറവായിരുന്നു. വാസ്തവത്തിൽ അവൻ്റെ യൗവനകാലത്ത് ആത്മീയം കുറവായിരുന്നു. എന്നാൽ അവൻ്റെ വാർദ്ധക്യത്തിലാണ് അവൻ്റെ ആത്മീയത്തിൽ ശോഭിച്ചു വന്നത്, തിളങ്ങി നിന്നത്. അവൻ്റെ വാർദ്ധക്യം വന്നപ്പോൾ അവൻ്റെ ഭവനത്തിൽ അവൻ ശോഭയുള്ളവനായിരുന്നു. ബാല്യകാലത്ത് അവൻ്റെ യൗവനത്തിൽ ആത്മീയം കുറവായിരുന്നു. ആദ്യമായിട്ട് മനുഷ്യൻ പരദേശിയാണ്. മനുഷ്യൻ്റെ ജീവിതം പരദേശ പ്രയാണമാണെന്ന് ആദ്യമായി ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഗോത്രപിതാവായ യാക്കോബാണ്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഉൽപ്പത്തി പുസ്തകം 47-ാം അധ്യായം 10-ാമത്തെ വാക്യം വായിക്കാം. ഉൽപ്പത്തി 47:10 വായിച്ചു നോക്കാം. യാക്കോബ് ഫറവോനോട്, എൻ്റെ പരദേശ പ്രയാണത്തിന് കാലം 130 സംവത്സരമായിരിക്കുന്നു. എൻ്റെ ആയുഷ്കാലം ചുരുക്കവും കഷ്ടവുമുള്ളതത്രേ. എൻ്റെ പിതാക്കന്മാരെ പരദേശ പ്രയാണമായി ആയുഷ്കാലത്തോളം എത്തിയിട്ടുമില്ല എന്ന് പറഞ്ഞു. ആദ്യമായിട്ട് മനുഷ്യൻ ഈ ഭൂമിയിൽ പരദേശിയാണെന്നും ജീവിതം പരദേശ പ്രയാണമാണെന്നും ഗോത്രപിതാവിൻ്റെ നാവിലൂടെ പ്രിയപ്പെട്ടവരെ ലോകമറിഞ്ഞു, സമൂഹമറിഞ്ഞു. എന്ന് നമുക്കും അറിയാം നാം പരദേശികളാണെന്ന്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പരദേശ പ്രയാണകാലം, ജീവിതകാലം 130 സംവത്സരം, കഷ്ടവും പ്രയാസമെന്ന് പറഞ്ഞു. എന്നാൽ ആ ഗോത്രപിതാവ് അടുത്ത അധ്യായത്തിലേക്ക് വരാം. 48-ാം അധ്യായം 15-16 വാക്യം നമുക്ക് വായിക്കാം. പിന്നെ അവൻ യോസേഫിനെ അനുഗ്രഹിച്ചു. എൻ്റെ പിതാക്കന്മാരായ അബ്രഹാമും ഇസഹാക്കും ഭജിച്ചു പോന്ന ദൈവം, ഞാൻ ജനിച്ച നാൾ മുതൽ ഇന്നുവരെയും എന്നെ പുലർത്തിയിരിക്കുന്ന ദൈവം, എന്നെ സകല ദോഷങ്ങളിൽ നിന്നും വിടുവിച്ച ദൂതൻ ഈ കുട്ടികളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, 47-ൽ പറഞ്ഞു, എൻ്റെ ജീവിതകാലം മുഴുവൻ കഷ്ടമാണ്, നഷ്ടമാണ് എന്ന് പറഞ്ഞു. എന്നാൽ ഇതാ അതേ ഗോത്രപിതാവ് തന്നെ പിന്നീട് പറയുന്നു, എൻ്റെ വഴിയിൽ എന്നെ സഹായിച്ച ദൈവം. ആ വാക്കുകളൊക്കെ ഒന്നുകൂടി കേൾക്കണം. നമുക്കൊന്നുകൂടി ആ വാക്കുകളൊക്കെ വായിച്ച് കേൾക്കാം. ജീവിതം മുഴുവൻ 130 സംവത്സരമേ ഉള്ളൂ. അത് എൻ്റെ പിതാക്കന്മാരുടെ ആയുസിൻ്റെ അത്രയും ഇല്ല. പിതാക്കന്മാരേക്കാൾ ആയുസ് കുറവായിരുന്നു ഗോത്രപിതാവിന്. അത് ദുഃഖവും കഷ്ടമത്രേ എന്ന് പറഞ്ഞയാൾ ഇപ്പോൾ എന്താണ് പറയുന്നത്? തൻ്റെ ജീവിതത്തെക്കുറിച്ച് എന്ത് പറയുന്നു? 48 വായിച്ച ഭാഗം നമുക്കൊന്നുകൂടെ വായിക്കാം. പിന്നെ അവൻ യോസേഫിനെ അനുഗ്രഹിച്ചു. എൻ്റെ പിതാക്കന്മാരായ അബ്രഹാമും ഇസ്ഹാക്കും ഭജിച്ചു പോന്ന ദൈവം, ഞാൻ ജനിച്ച നാൾ മുതൽ ഇന്നുവരെയും എന്നെ പുലർത്തിയിരിക്കുന്ന ദൈവം, എന്നെ സകല ദോഷങ്ങളിൽ നിന്ന് വിടുവിച്ച ദൂതൻ ഈ കുട്ടികളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ജനിച്ച നാൾ മുതൽ എന്നെ പുലർത്തിയ ദൈവം, എന്നെ സകല ദോഷങ്ങളിൽ നിന്നും വിടുവിച്ച ദൈവം. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഭജിച്ചു പോകുന്ന, എൻ്റെ പിതാക്കന്മാർ ഭജിച്ചു പോകുന്ന എൻ്റെ ദൈവം. എൻ്റെ പ്രിയപ്പെട്ടവരെ, കഷ്ടവും ദുഃഖവും എന്ന് പറഞ്ഞ ആ ജീവിതം ഇപ്പോൾ ഇതാ അനുഗ്രഹമുള്ളവനാണ്, അനുഗ്രഹിക്കുന്നവനായിട്ട് മാറി. തലമുറകളെ അനുഗ്രഹിക്കുന്നവനായിട്ട് മാറി. യൗവനത്തിൽ ആത്മീയം കുറവായിരുന്നു. പക്ഷേ വാർദ്ധക്യം വന്നപ്പോൾ കഷ്ടവും ദുഃഖവും എന്നെല്ലാം ഒരു കാലം വരെ കണക്കിട്ടെങ്കിലും ആ പാവപ്പെട്ട മനുഷ്യൻ്റെ ഹൃദയത്തെ ദൈവം മാറ്റി. മോനെ, നീ ദുഃഖവും കഷ്ടവുമല്ല അനുഭവിക്കുന്നത്. നീ ദൈവത്തിൻ്റെ പൈതലാണ്, നീ ദൈവത്തിൻ്റെ പ്രഭുവാണ്, നീ യാക്കോബാണ്, നീ ഇസ്രായേലാണ്, ദൈവത്തിൻ്റെ പ്രഭുവാണ് നീ എന്നെ പോറ്റി പുലർത്തിയ ദൈവത്തെക്കുറിച്ച് അവൻ പറയാൻ തുടങ്ങി. എൻ്റെ പ്രിയപ്പെട്ടവരെ,
ജീവിതത്തിൻ്റെ അവസാനം സൂര്യനെ പോലെ ശോഭിച്ചു. ഞാനിവിടെ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്കെന്ത് തോന്നുന്നു പ്രിയപ്പെട്ടവരെ? അവരുടെ എല്ലാം ഗോത്രപിതാക്കന്മാരുടെ ആ വേദനിച്ച ഹൃദയങ്ങൾ, ജീവിതം വിലപേശി തന്ത്രവും കുതന്ത്രവുമായിട്ട് നടന്ന അവരുടെ ജീവിതങ്ങൾ വിലയേറിയവൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഒരു വിശുദ്ധനായ ദൈവത്തെ ഏൽപ്പിച്ചു കൊടുത്തു. അവർ ശ്രേഷ്ഠരായി ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയി. തലമുറകളെ അനുഗ്രഹിച്ച് അവർ കടന്നുപോയി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഇന്നു വരെയുള്ള ജീവിതമല്ല, ഏൽപ്പിച്ചു കൊടുത്താൽ കഷ്ടവും ദുഃഖവും എന്ന് പറയുന്ന ജീവിതം ഏറ്റവും ശ്രേഷ്ഠമാക്കി തരുന്ന ദൈവം, എൻ്റെ പിതാക്കന്മാരുടെ ദൈവം എന്ന് പറയാൻ തക്കവണ്ണം അവരുടെ കുടുംബജീവിതം അവരെ സ്വർഗത്തിൻ്റെ അധികാരമുള്ള പുത്രന്മാരാക്കി. അബ്രാഹാമിൻ്റെ മടിയിലും ഇസ്ഹാക്കിൻ്റെ മടിയിലും യാക്കോബിൻ്റെ മടിയിലും ഞങ്ങളെ പാർപ്പിക്കണമേ എന്ന് കോടാനുകോടി ആളുകൾ ഈ തലപത്രയോ കൊല്ലങ്ങളായി ഈ ഭൂമിയിൽ നിലവിളിക്കുന്നു. ഈ ഗോത്രപിതാക്കന്മാരും അബ്രാഹാമും ഇസ്ഹാക്കും യാക്കോബും എല്ലാം ആത്മീയരായത് അവരുടെ കുടുംബജീവിതത്തിലാണ്, അവരുടെ ഭവനത്തിലാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തെ നമുക്ക് യേശുവിനെ ഏൽപ്പിക്കാം. അതായിരിക്കട്ടെ നമ്മുടെ ആത്മീയ തട്ടകം. അവിടെ നമുക്ക് തുടങ്ങാം, അവിടെ നമുക്ക് ആരംഭിക്കാം. യേശുവിനോട് പറയാം, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബജീവിതത്തിൽ ഞാൻ പുതിയ കാഴ്ചയോട് വയ്ക്കുകയാണ്. എൻ്റെ കുടുംബജീവിതത്തിൽ ഞാൻ ആത്മീയം ആരംഭിക്കുകയാണ്. എൻ്റെ സമാധാനകാലം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ ജീവിതത്തെ നീ തൊട്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, കാരുണ്യവാനായ കർത്താവേ, ഈ തിരുവചനം കേൾക്കുന്ന എല്ലാവരോടും അവിടുന്ന് തുടർന്ന് സംസാരിച്ചു കൊണ്ടിരിക്കണമേ. ജീവൻ്റെ വചനം, നിത്യജീവൻ്റെ വചനം, യേശുവിനെ നോക്കി ജീവിപ്പാൻ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശു മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമേൻ.